ഹായ്, എൻ്റെ പേര് ഗോകുൽ. ഈ ചാനൽ വഴി ഞാൻ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കാം. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പോകാറുണ്ടല്ലേ. ചില സിറ്റുവേഷനൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതാവണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയത് എൻ്റെ കോളേജ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ്. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിക്കാൻ അരിക്കൊന്നിനെ പിടിക്കാൻ റീഇലക്ടഡ് ഗവൺമെന്റ് കേരള ഗോൾഡ് സ്മഗ്ലിംഗ് ഫസ്റ്റ് കേസ് ഓഫ് കൊറോണ വൈറസ്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നു. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പുള്ളിക്കാരിയായിട്ട് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. പെട്ടെന്ന് ഇത് ബ്രേക്കപ്പ് ആയപ്പോഴത്തേക്കും എനിക്ക് ആ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ആകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും എൻ്റെ ഈ പുള്ളിക്കാരി തന്നെയാണ് പറഞ്ഞത്, നീ തെറാപ്പിക്ക് പോകും, അപ്പോൾ നിനക്ക് ഈ സിറ്റുവേഷനായിട്ട് ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുമെന്ന്. പക്ഷേ ആ സമയത്തുള്ള എൻ്റെ നെയ്വ് ഐഡിയ എന്ന് വെച്ചാൽ തെറാപ്പി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന ഭയങ്കര മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളാണെന്നും ഞാൻ അതിന് പോയാൽ ആളുകൾ എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം എനിക്ക് പോകാൻ മടിയായിരുന്നു. പക്ഷേ ഈ ബ്രേക്കപ്പിൻ്റെയൊക്കെ ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ പോകാൻ തയ്യാറായി. ഓർക്കുക, ഞാൻ കോളേജ് ഫൈനൽ ഇയറാണ് പഠിക്കുന്നത്. എൻ്റെ കയ്യിൽ നേരെ പൈസ ഇല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ചേച്ചിക്കറിയാം, അതുകൊണ്ട് ചേച്ചിയുടെ തന്നെ പൈസ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. കൊല്ലത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിൻ്റെ സെൻറ്ററിൽ ഫസ്റ്റ് സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. വളരെ നന്നായിട്ട് പോയി. ഉള്ളിൽ ബോട്ടിലപ്പായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ ആശ്വാസം കാര്യങ്ങളൊക്കെ കിട്ടി. അധികം ഡീപ്പായിട്ട് പോയിട്ടില്ലായിരുന്നെങ്കിലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഫസ്റ്റ് സെഷൻ നന്നായിട്ട് പോയെങ്കിലും ഞാൻ പിന്നെ അവിടെ പോയിട്ടില്ല, പിന്നെ സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, തെറാപ്പി അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ ഫ്രീ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളുടെ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പോകുന്നു. അയാൾ വിചാരിക്കുന്നു ഈ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് അയാളെ സഹായിക്കുമെന്ന്. പക്ഷേ അയാൾക്ക് അതിന് പോകാനുള്ള പൈസ ഉണ്ടാവണമെന്നില്ല, അയാൾക്ക് അത് അഫോർഡബിൾ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അയാൾക്ക് വേണ്ട ഹെൽപ്പ് അയാൾക്ക് കിട്ടുന്നില്ല. മറുഭാഗത്ത് ഒരു മെൻ്റൽ ഹെൽത്ത് തെറാപ്പിസ്റ്റ് ചെയ്യുന്ന അയാളുടെ ജോലിയാണ്, അയാൾക്ക് അതിനുള്ള വരുമാനം കിട്ടുകയും വേണം. ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇനഫിഷ്യൻസിയാണ്. ഇനഫിഷ്യൻസി ഓർക്കുന്നില്ലേ? ഈ ചാനൽ വഴിയുള്ള ഐഡിയ എന്ന് വെച്ചാൽ ഇത്തരം ഇനഫിഷ്യൻസികൾ കണ്ടെത്തുകയും ആ ഇനഫിഷ്യൻസിക്ക് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ആ സൊല്യൂഷൻ ഒരു ഫീസിബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഇനഫിഷ്യൻസി എൻ്റെ മനസ്സിൽ തോന്നിയുകൊണ്ട് മാത്രം അത് ഉണ്ടായിരിക്കണം എന്നില്ല. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് ഞാനല്ലാതെ ബാക്കിയുള്ളവർക്കെല്ലാം ഈ തെറാപ്പി എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിരുന്നിരിക്കാം. അങ്ങനെ നമുക്കൊരു സംശയമുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഫീൽഡിലുള്ള എക്സ്പേർട്സിനോട് സംസാരിക്കും. ഈ ഫീൽഡിൽ ആരൊക്കെയാണ് എക്സ്പേർട്സ്? സൈക്കോളജിസ്റ്റ്, സൈക്കോ തെറാപ്പിസ്റ്റ്, സൈക്കയാട്രിസ്റ്റ്, കൗൺസിലേഴ്സ്, അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അവരോട് സംസാരിച്ച് അവരുടെ ഡേ ടു ഡേ പ്രൊഫഷണൽ ലൈഫിൽ ഇത്തരം ആളുകളെ കണ്ടെത്താറുണ്ടോ? ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടോ? ഇപ്പം ആ സൊല്യൂഷൻ അവരുടെ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചറിയേണ്ടതുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഈ എക്സ്പേർട്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരാൾ ആരാണ്? എൻ്റെ സ്വന്തം തെറാപ്പിസ്റ്റ് അല്ലേ. അപ്പം ഞാൻ എൻ്റെ സ്വന്തം സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കാൻ പോവുകയാണ്. സുജിത്തുമായിട്ടുള്ള എൻ്റെ ഈ കോൺവെർസേഷൻ എൻ്റയർ ഇനഫിഷ്യൻസിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ഈ സംശയങ്ങളെ പറ്റിയോ മാത്രമായിരുന്നില്ല. ഞങ്ങൾ മെൻ്റൽ ഹെൽത്ത് കെയറിനെ പറ്റി ഡീപ്പായിട്ട് സംസാരിച്ചു. ആ കോൺവെർസേഷനിൽ നിങ്ങളെല്ലാവരും അറിയണമെന്ന് തോന്നിയൊരു പോർഷൻ എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് കെയർ നീഡായിട്ട് നിൽക്കുകയാണ്. അപ്പം ഒരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിരിക്കും. സൈക്കയാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിക് നഴ്സസ്, സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, ഇവരെല്ലാം അടങ്ങുന്ന ഒരു ടീം. അതിൽ നിങ്ങൾ ആരെ ചൂസ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ആളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലായിരിക്കും. നമുക്ക് ചുറ്റും ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ട്. സുജിത്തിനെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു തെറാപ്പി ആവശ്യത്തിനായി കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എവിടെ നിന്ന് പഠിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ വെരിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിനി ഈ വീഡിയോ ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഇനഫിഷ്യൻസി ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള പോർഷൻസിലേക്ക് പോകാം. ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ ഒക്കെ ഒരു വ്യക്തി കാണാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കും മിക്കവാറും കാണാൻ വരിക. അല്ലാതെ ഒരിക്കലും ഏറ്റവും സന്തോഷകരമായ ഏറ്റവും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ആരും തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കാണാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ. പ്രത്യേകിച്ചൊരു പ്രൊഫഷണലിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് നമുക്ക് മറ്റ് ശാരീരിക അസുഖങ്ങൾ പോലെ ഒരു കൺസൾട്ടേഷൻ കൊണ്ടോ 2 കൺസൾട്ടേഷൻ കൊണ്ടോ ഫോളോ അപ്പ് 1-2 ഫോളോ അപ്പ് കൊണ്ടോ മാറുന്ന ഒരവസ്ഥയല്ല സൈക്കോ തെറപ്പിയിലേക്ക് ആളുകൾ വരുമ്പോൾ. കാരണം ചിലപ്പോൾ അത് 15 സെഷനാവാം, 20 സെഷനാവാം, അങ്ങനെ ഒരുപാട് സെഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇത്തരം സമയങ്ങളിൽ പലപ്പോഴും ക്ലയൻസ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പം ഒരു സെഷൻ പോകുന്നു, ചിലപ്പം പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. അത് സെഷൻ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് ചിലപ്പം മുന്നോട്ട് കുറേയധികം സെഷൻസ് പോയതിന് ശേഷമായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഇതൊരു ഫിനാൻഷ്യൽ ബേർഡൻ പലപ്പോഴും ക്ലയൻസിന് തോന്നാനുള്ള സാധ്യതകളുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, ഒരിക്കലും ഒരു തെറപ്പി പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ ഒരു പ്രതിബന്ധമാവരുത് എന്ന് പലപ്പോഴും ക്ലയൻസിനോട് പറയുന്ന ഒരു സാഹചര്യം. പക്ഷേ അതേപോലെ തന്നെയാണ് ഒരു തെറപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫിനാൻഷ്യൽ നീഡ് കാര്യങ്ങളൊക്കെ
അദ്ദേഹവും എന്താണ് ഒരു പ്രൊഫഷണലാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസിലൂടെയാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം. എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ എന്താ പറയുക പലതരത്തിലുള്ള ഇപ്പോൾ ഒരു തെറപ്പിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള സഹായം ഒരുപക്ഷെ ക്ലയൻറ്റിന് കിട്ടിയേക്കാം. എങ്കിൽ പോലും അതൊരു ലോങ് ടൈമിലേക്ക് വരുമ്പോൾ ദീർഘകാലം ഒരു ഫ്രീ സെഷനാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കൗൺസിലർ ഫ്രീ ആയിട്ട് സെഷൻസ് തരുന്നു എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഒരു പക്ഷേ ക്ലയൻറ്റിനും അതൊരു പിന്നീട് ആ തെറപ്പിയിലേക്ക് പോകാനൊക്കെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സാധ്യതകളുണ്ട്. നിലവിൽ ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ തെറപ്പിക്ക് പോകാനായിട്ടൊരു സപ്പോർട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപക്ഷെ ചിലപ്പോൾ എന്താ പറയുക വ്യക്തികൾ അല്ലെ സുഹൃത്തുക്കൾ ഒക്കെ ചേർന്നിട്ട് ചിലപ്പോൾ നീ സെഷന് പൊക്കോളൂ, അല്ലെങ്കിൽ നീ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് നിങ്ങൾ പോകണം, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലാതെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ അല്ലാതെ ഒരു എന്താ പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലുകളോ ഒന്നും തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പം സുജിത്തിനെ പോലെ വേറെ കുറേ മെൻ്റൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോട് സംസാരിക്കുന്നു. അവരോട് സംസാരിച്ചത് നമ്മളൊരു കൺക്ലൂഷൻ എത്തുകയാണ്, ഇങ്ങനെ ഒരു ഇനഫിഷ്യൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരു ഇനഫിഷ്യൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? ഇങ്ങനെ ഒരു ഇനഫിഷ്യൻസി നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഡാറ്റാസ് കൺസിഡർ ചെയ്യണം അല്ലേ? ഒന്നാമത്തെ കാര്യം, ഇത്തരം തെറാപ്പിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പിന് വേണ്ടിയോ ചിലവാക്കാൻ എല്ലാവരുടെയും പൈസ ഉണ്ടാവണമെന്നില്ല. മറുഭാഗത്ത് ഈ പ്രൊഫഷണൽസ് ചെയ്യുന്നവരുടെ ജോലിയാണ്, അവർക്ക് അതിൻ്റേതായ വരുമാനം കിട്ടുകയും വേണം. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേനും നമ്മൾ ഒരു ഐഡിയ കൺസിഡർ ചെയ്യുകയാണ്. ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ആക്സിഡൻറ്റ്സ് അങ്ങനത്തെ ഫേറ്റലായിട്ടുള്ള കാര്യങ്ങൾക്കും ഓപ്പറേഷൻസിനൊക്കെ വേണ്ടി. എന്തുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് കെയറിന് വേണ്ടി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിക്കൂടാ, ഒരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോം? പക്ഷേ നമ്മൾ ഈ ഒരു ഐഡിയയെ പറ്റി ആലോചിക്കുമ്പോഴത്തേനും പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. ആളുകൾ അവരുടെ പേഴ്സണൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് തെറാപ്പി അല്ലെങ്കിൽ ഈ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യം. അപ്പോൾ അവരത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ? വേറൊരു ഭാഗത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ വന്നാലേ ഇതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുള്ളൂ. ഇനിയിപ്പോൾ ഡൊണേറ്റ് ചെയ്താൽ തന്നെ ഡൊണേഷൻ വാങ്ങിച്ച ആളുകൾ അതിന് വേണ്ടി തന്നെ ഇത് ഉപയോഗിക്കുമോ എന്ന് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓരോ പ്രശ്നങ്ങൾക്ക് വീണ്ടും സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്റ്റെപ്പോടെ നമ്മൾ മുമ്പോട്ട് പോയി ആലോചിക്കുമ്പോഴത്തേനും പുതിയ കുറേ പ്രശ്നങ്ങൾ വരികയാണ്. ആ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുമ്പോഴത്തേനും എന്തുകൊണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്രശ്നങ്ങൾ ഇടാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഡൊണേഷൻ ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്യൂസ് അനോണിമസ് ആയിട്ട് ഇട്ടുകൂടാ? അവർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഈ തെറാപ്പിസ്റ്റിനെ ചൂസ് ചെയ്യാനും പറ്റുന്നു. ഈ ചൂസ് ചെയ്യുന്ന തെറാപ്പിസ്റ്റിനുള്ള ഫീ ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേനും കുറേ പ്രശ്നങ്ങൾ അവിടെ തന്നെ സോൾവ് ചെയ്തല്ലേ? ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഈ ഇൻഎഫിഷ്യൻസിക്കുള്ള ഒരു പ്രോപ്പർ സൊല്യൂഷൻ ആയിരിക്കണമെന്നില്ല. നമുക്കിതുപോലെ മൾട്ടിപ്പിൾ മെൻ്റൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോട് സംസാരിക്കാനുണ്ട്. നമ്മളിപ്പോൾ ആകെ ഒരാളോട് മാത്രമാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ ഇത്തരം ആവശ്യമുള്ള ആളുകളോട് സംസാരിക്കാൻ പറ്റുകയാണ് അവരോട് സംസാരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇതൊരു പ്രോപ്പർ ഇൻഎഫിഷ്യൻസി ആണെന്നും അതിനെ ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഈ ചുരുക്കി പറഞ്ഞത് ഈ ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലോങ് ഫോമിൻ്റെ ഒരു ഷോർട്ടസ്റ്റ് ഫോമാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ എല്ലാ ഇനഫിഷ്യൻസിയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ എടുത്ത ഒന്നാമത്തെ ഇനഫിഷ്യൻസിക്ക് ശേഷം നമ്മൾ 2, 3, 4 ഇനഫിഷ്യൻസി എടുക്കുകയും അത് ഒരുമിച്ച് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ഓരോന്നിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോവുകയും ചെയ്യുക. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി വെറുതെ തുടങ്ങിയാൽ മതി. എന്തുകൊണ്ട് അതൊരു യൂട്യൂബ് ചാനൽ വഴി ചെയ്യാൻ ശ്രമിക്കണം? ഞാൻ അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തി. അങ്ങനെ ഒരു ഐഡിയ ഞാൻ ശരിക്കും കട്ടെടുത്താണ്, ഒരാളിൽ നിന്നല്ല ഒരുപാട് ആളുകളിൽ നിന്ന്. ആ മോഷണത്തെ പറ്റി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. പക്ഷേ അതിനു മുമ്പ് Yeah.